ഗൃഹലക്ഷ്മി ഗൃഹലക്ഷ്മി ഗൃഹലക്ഷ്മി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഗൃഹലക്ഷ്മി ദ ബെസ്റ്റ് ഹോം മേക്കർ. നമ്മുടെ അടുത്ത ഗൃഹലക്ഷ്മി ഇവിടെ ട്രിവാൻഡ്രത്തു നിന്നാണ്. കലാദേവി ചേച്ചി. ചേച്ചി ഒരു കുട്ടി ഡാൻസറൊക്കെ ആണെന്ന് കേട്ടു. ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. മോളും ഡാൻസ് ഒക്കെ കളിക്കും. 2 മക്കളാണ് ചേച്ചി. ആരൊക്കെയാണ്? അരവിന്ദും നന്ദനയും. ചേച്ചിയുടെ ഹസ്ബൻഡ് മേൽശാന്തി ആയിട്ടാണല്ലേ? ശാസ്തമംഗലം മേൽശാന്തി. ഏതാ അവിടുത്തെ പ്രതിഷ്ഠ? ശിവൻ. അപ്പൊ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ടാസ്ക് ആരംഭിച്ചാലോ? ആരംഭിക്കാം. നമ്മുടെ ഫസ്റ്റ് ടാസ്കിന്റെ പേര് യമ്മി മമ്മി എന്നാണ്. ചേച്ചിക്ക് ഞങ്ങൾ 15 മിനിറ്റ് സമയം തരും. ഈ സമയത്തിനുള്ളിൽ ചേച്ചിയുടെ ഫാമിലി, അതായത് ഹസ്ബൻഡിനും 2 പിള്ളേർക്കും എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ്. എന്നിട്ട് അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അവർക്ക് ഇഷ്ടപ്പെടണം, എനിക്കും ഇഷ്ടപ്പെടണം, ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഈ 15 മിനിറ്റ്സിൽ ചേച്ചി ഫുഡ് സെർവും ചെയ്യണം. അവർക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പ്ലേറ്റിലേക്ക് സെർവും ചെയ്ത് കൊടുക്കണം. നമുക്കപ്പോൾ തുടങ്ങി കളയാം. നിൽക്കട്ടെ, ഞാൻ ടൈം പറയാം. ടൈം ഇടയ്ക്ക് ഓർപ്പിക്കാം. സോ വിൽ സ്റ്റാർട്ട്. റെഡി? 1 2 3 ഗോ. ഓടിക്കോ. എന്താണ് ചേച്ചി ആലോചിച്ച് വെച്ചിരിക്കുന്നത്? ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മിൽക്ക് വരട്ടി. ഓക്കെ, ഉണ്ടാക്കിക്കോളൂ. കുറച്ച് കുഴപ്പമില്ലല്ലോ, കൂടുതൽ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എത്ര പേർക്കല്ലേ ഉള്ളൂ കഴിക്കാൻ. അപ്പൊ അതിനനുസരിച്ച് ചേച്ചി ഉണ്ടാക്കിയാൽ മതി. ജസ്റ്റ് നമുക്ക് 1 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ തോരൻ എന്ന് പറയുമ്പോ ചേച്ചി തോരനൂടെ വേറെ എന്തെങ്കിലും വേറെ വെക്കണ്ടോ? അതെ, വെറുതെ തോരൻ മാത്രം? അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ആയിട്ട് നമുക്ക് എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ. അങ്ങനെ എന്തെങ്കിലും വെച്ചോ, കാരണം അപ്പൊ അതൊരു കംപ്ലീറ്റ് ഫുഡ് പോലെ ആവുമല്ലോ. അതിന്റെ കൂട്ടത്തില് ചേച്ചി പണിയെടുത്തോ ഞാൻ പറയാം. എന്റെ കൂട്ടത്തില് ഞങ്ങളിവിടെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ചേച്ചി ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് ചേച്ചി ഹസ്ബൻഡിനെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയണം. അത് ഞങ്ങൾക്ക് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്കിള് ശരിയായിട്ടുള്ള അഭിപ്രായമാണോ പറയണേ? പക്ഷെ ചേച്ചി അത് പറയരുത്. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ചേച്ചി ഉണ്ടാക്കിയ ഡ്രിങ്കാണ്, ഗ്രേപ്പ് ജ്യൂസ് ആണെന്ന് പറയണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം. ലാസ്റ്റ് ഞാൻ സസ്പെൻസ് പൊട്ടിക്കും. അത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ടീം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലൊക്കെ ചിൽഡായിട്ടൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. എല്ലായിടത്തും മക്കാത്തതൊക്കെ ആയിരുന്നു, ഇവിടെ ചിൽഡ് ജ്യൂസ് ഒക്കെയാണ്. ആക്ച്വലി ഗ്രേപ്പ് എന്ന് പറയണ്ട കേട്ടോ, ക്യാരറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ മതി. കളറ് മാറി. 3 മിനിറ്റ്സ് കഴിഞ്ഞു. അയ്യോ, പേടിക്കണ്ട, 15 മിനിറ്റ്സ് ഉണ്ട്. പ്ലാൻ ചെയ്ത് പതുക്കിനല്ല, സ്പീഡാക്കണം. അങ്ങനെ നോക്കണ്ട, അവർക്ക് 3 പേർക്കും നോക്കിയാൽ മതി. ഞാൻ അതിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യുള്ളൂ. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കണ്ട. ടേസ്റ്റ് നോക്കാല്ലേ? ആർക്ക്? എനിക്ക്. പിന്നെ ധൈര്യമായിട്ട് നോക്കാം. പിന്നെ ചേച്ചി നോക്കണം. ചേച്ചി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണോ അതാണ് നമുക്ക് വേണ്ടത്. ഹസ്ബൻഡ് പിന്നെ നേരത്തെ പോണ്ടിയൊക്കെ വരൂല്ലേ? രാവിലേക്ക് എണീക്കുമ്പോ ചേച്ചി എണീക്കും. അപ്പൊ അതിനനുസരിച്ച് ഞാനൊരു 3:30 എഴുന്നേക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നട തുറന്നു കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടാ കഴിക്കാറ്. എത്തണില്ലേ? ഞാൻ എടുക്കണം. അയ്യോ, എനിക്ക് ഞാൻ എത്തിക്കാൻ നോക്കിയാലും ശരിയാവില്ല. എത്ര മിനിറ്റായി? 6 മിനിറ്റ്. ദോശ ഇവിടുത്തെ മിക്കപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം ആണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? എന്ത് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണേ? അരി ദോശ. അരി ഉഴുന്ന് അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മിക്സഡ് ദോശ. മിക്സഡ്. ഇത് ഞാൻ പുതിയതാട്ടോ വന്നേ. ടേസ്റ്റ് നോക്കാലോ? പിന്നെ ധൈര്യമായിട്ട് നോക്കിയോ? അതൊക്കെ ചേച്ചിയുടെ ഇത്.
ഞങ്ങളും ആക്ച്വലി ഇങ്ങനത്തെ ദോശയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടോ കാണേ. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വെറുതെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇടൂല്ലേ, ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിടും. നല്ല ടേസ്റ്റ് ആട്ടോ. ആണല്ലേ? അപ്പൊ അത് അടുത്ത പ്രാവശ്യം പരീക്ഷ നോക്കാം. എനിക്കും നോക്കട്ടെ. കുറ്റം പറയില്ലേ? ഇല്ല, അത് നല്ലോണം എടുക്കണം. സമയം ഉണ്ടാക്കി അല്ല, സമയം എടുത്തുണ്ടാക്കാം. 7.5 മിനിറ്റ്. ഓ, ഇത് ഞാൻ നോക്കിയിട്ട് കാണാം. അത് കൊള്ളാട്ടോ. ഇത് ആക്ച്വലി ഒരു പുതിയ റെസിപ്പിക്കായിട്ട് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. അവസാനം കുളമാകുമ്പോ എന്നെ പറയല്ലേ. അത് ഞാൻ ടേസ്റ്റ് നോക്കി ചെയ്തിട്ട് ഞാൻ പറയാം ആൾക്കാർക്ക് പറയണോ വേണ്ടിയോ എന്ന്. പ്ലേറ്റ് പുറത്താണോ? പുറത്ത് എവിടെ നിന്ന് വേണമെങ്കിൽ പോയി എടുക്കാം. ഓ, വെളിയിലാണോ? അത്രയും പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഉണ്ടാക്കിയാൽ മതി. നമ്മൾ അങ്ങനെ നോക്കണില്ലല്ലോ. സെർവ് ചെയ്യാൻ 1 മിനിറ്റ് മതി. ആ സമയത്ത് ഞാൻ പറയാം. അത് എടുക്കണ്ട. ഒരെണ്ണം എനിക്ക് ഒരെണ്ണം നല്ലതായിരിക്കണം. അതൊക്കെ പിന്നെ ചെയ്യായിരുന്നു ചേച്ചി. അത് വേവുന്ന സമയം. ഓക്കെ. അത് ഭയങ്കര ക്ലീൻ പരിപാടിയാണ്. വേവുന്ന സമയം കൊണ്ടാണ് ചേച്ചി അവിടെ ക്ലീൻ ചെയ്യാൻ പോയത്. കാണാനൊക്കെ നന്നായിട്ട്. ചേച്ചി പറയണ നല്ല ടേസ്റ്റും ആണെന്ന് ഈ സംഭവത്തിന്. എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 5 മിനിറ്റ് കഴിയണമെന്നില്ല. അതിനുമ്പേ ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല ചിലപ്പം. ഭാഗ്യം ഉണ്ടെങ്കിൽ. 10 മിനിറ്റ് ആയോ? 10 മിനിറ്റ് ആയി. പരിചയത്തിനുള്ളിലാക്കട്ടെ. നന്നായിട്ട് വേഗണം. എന്തോന്നു തോന്നുന്നു. കുറച്ചുകൂടെ അതിന് കുറച്ച് കട്ടിയായിപ്പോയി. ഇനി ആക്കി കാരണം ചേച്ചിക്ക് ഇനി വേണമെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കിയാലും മതി. മോളും മോനും കൂടി ഒരുമിച്ചായാലും കുഴപ്പമില്ല. അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചായാലും എനിക്ക് തോന്നുന്നു 2 കിടുങ്ങാഴ്ചകളല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ആവശ്യത്തിനുണ്ട്. ഓക്കെ. ടെൻഷൻ കാരണം കൈയൊക്കെ വിറയ്ക്കുന്നു. അത് എല്ലാവർക്കും ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കുക്കിംഗ് നല്ലോണം ചെയ്യണതായിരിക്കും. പക്ഷെ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് വരുത്തണമല്ലോ. അതായത് ഇച്ചിരി ബുദ്ധിമുട്ടാക്കിയാലേ ഇല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും എല്ലാം ഈസി ആയിരിക്കും. അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. എല്ലാവർക്കും ഇത് ഒരു ടാസ്ക്കാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്താൽ മതി. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് അപ്പിന് പോയിരിക്കുകയാണ്. അത് വേകുമ്പോഴത്തേക്ക് ക്ലീൻ ആവുമല്ലോ. അത് നല്ലൊരു കാര്യം ചേച്ചി. എപ്പോഴും മൾട്ടി ടാസ്കിങ് ആണ് നല്ലത്. 12-15 കുഴപ്പമില്ല ആയി. സമയം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഉണ്ടാക്കിക്കോളൂ. കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ഞാൻ ചെയ്തുതരാം. വാതിൽ അടയ്ക്കാം. 13 minutes ആയി. എത്ര മിനിറ്റ് ബാക്കി? 2 മിനിറ്റ് കൂടി. അയ്യോ, 14 ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടി സെർവ് ചെയ്യാം കേട്ടോ. ചോദിച്ചു. ഇനി വേഗം സർവിംഗ് പ്ലേറ്റ്സിലേക്ക് ആക്കിക്കോളൂ. Okay, now it's 14 minutes. Yes. ഇനി ടെൻഷൻ വേണ്ട. നല്ല കൊണ്ടേ സെർവ് ചെയ്തോളൂ. ചേച്ചി വരുന്നുണ്ട്. റെഡി ആയിക്കോളൂ ഫുഡ് കഴിക്കാൻ. യെസ്, അങ്ങനെ 3 പേർക്കുള്ള എന്ത് ദോശ എന്നതിന് പറയാം? മിക്സഡ് വെജിറ്റബിൾ ദോശ. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. 14 minutes 25 secondsലാണ് ചേച്ചി ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത്. അത് ആക്ച്വലി 2 ആദ്യം ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ എന്നാലും ചേച്ചി 3 മാനേജ് ചെയ്തത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ദോശ? മക്കൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ പൈ ദോശാസ് ഒക്കെ ഉണ്ട്. പൈ ദോശാസ് അത് ഇങ്ങനെ പല വെറൈറ്റി ദോശ ജ്യൂസ് കൊടുത്തോളൂ.
അവിടെ വന്നിട്ടുണ്ടോ? എറണാകുളത്ത് വന്നിട്ടുണ്ടോ? എന്തോന്നു ആഹാ. ഓ അതിന് പൈ ദോശാസ് ഞങ്ങൾ അത് ഭയങ്കര ഫേമസ് അവിടുത്തെ. അവിടെ ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്പ് സംഭവങ്ങൾ തരാറുണ്ട്. എന്തായാലും നിങ്ങൾ കഴിച്ചു നോക്കൂ. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സാധനം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കിട്ടിയോ ചേച്ചി? ചേച്ചി ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെച്ചോളൂ. എങ്ങനെയുണ്ട് ദോശ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മോളുടെ നിന്ന്. ഒരു കുഞ്ഞ് കഷ്ണം എനിക്ക് തന്നോളൂ. കാണാനൊക്കെ നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ ദോശ. ഒന്ന് ക്ലാസ്സിൽ ഒഴിക്കണോ? വേണ്ട, പിള്ളേർക്ക് പരീക്ഷിക്കണ്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും. അങ്കിള് കഴിച്ചിട്ട് ദോശ നന്നായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടി ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്ത് ജ്യൂസാന്നാ തോന്നണേ? പേരൊന്നും ഇട്ടിട്ടില്ല. പേര് ചേച്ചിക്ക് പേര് പറയാൻ പറ്റുന്നില്ലേ? കണ്ടിട്ട് ചേച്ചിക്കും പേരറിയില്ല. പേര് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, കാരണം ഞങ്ങൾ ഇതിന്റെ പേരിട്ടിട്ടില്ല. ദോശ നന്നായിട്ടില്ല. ഇച്ചിരിയും കൂടി വേവായിരുന്നു എന്ന് തോന്നി എനിക്ക്. കുറച്ചൊരു വേവിന് കുറവുണ്ടോ എന്നൊരു ഡൗട്ട്. ആണോ? ശരിയായിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കുറച്ചൊരു വേവിന്റെ കുറവ് തോന്നി. ഒന്നില്ലേ ആദ്യം ബാക്കി രണ്ടെണ്ണം നന്നായിട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ സംഭവം. കാരണം ഡിഫറെന്റ് സാധനമാണ്. മിക്സ്ഡ് വെജിറ്റബിൾ ദോശ. ക്യാരറ്റ്സും അതെ, കാണാനും കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സംഭവം, ഇത് ജ്യൂസ് ഒന്നും അല്ല. ഇത് ആക്ച്വലി ഭയങ്കര സപ്പോർട്ടല്ലേ ചേച്ചിക്ക് അങ്കിള്? അതെനിക്ക് തോന്നി. കാരണം ഇത് കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര സപ്പോർട്ടാണ്. ഇത് മുളക് വെള്ളമാണ്. എന്നിട്ട് ഇതിനൊക്കെ എങ്ങനെയാ നല്ലതെന്ന് പറയണത്? നമ്മളൊരു മേൽശാന്തിയല്ലേ, നമ്മൾ അതിന്റെ ഒരു കള്ളത്തരം പറയരുത്. എനിക്കിട്ടാട്ട് കിട്ടും അതിന് അവസാനം മൊത്തം. ഇവിടെ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഇട്ട് ഞാനും തരേണ്ട ഒരു ദിവസം. എനിവേസ് അത് ഞങ്ങൾ വെറുതെ എല്ലാവരും എന്താ അഭിപ്രായം പറയണു എന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. അത് നമുക്ക് വിടാം. ദോശ നന്നായിട്ടുണ്ട്. അപ്പം മമ്മിക്കൊരു താങ്ക്സ് പറയൂ, ഇത്ര നല്ല ദോശ ഉണ്ടാക്കി തന്നതിന്. അയ്യോ, ഇനി TV നോക്കിയിട്ട് ഒന്ന് നമ്മുടെ ടാസ്ക് നല്ല അടിപൊളിയായിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ ഞാൻ പറയാം യമ്മി മമ്മി. അപ്പൊ എന്റെ കൂടെ യമ്മി മമ്മി പറയണം. ഓക്കെ, റെഡി? 1 എല്ലാവരും പറയണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. യമ്മി മമ്മി.